ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ഐറ്റം ഇരുമ്പമ്പുളിയും കൊണ്ട് നല്ല നാടനൊരു അച്ചാറാണ് ചെയ്യുന്നത്. ഇത് കഴിക്കാത്ത ആൾക്കാർ കുറവാണ് അല്ലേ? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുന്ന വഴിക്ക് എല്ലാം ചുമ്മാ പറക്കി തിന്നുകൊണ്ട് പോകും. അതിൻ്റെ വശങ്ങളൊന്നും നോക്കിയല്ല, ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ഹാരം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോഴും നല്ല ഭംഗിയാണ് അല്ലേ? പണ്ട് ചോറിനൊന്നും കറിയൊന്നും കാണത്തില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും അച്ചാറൊക്കെ ആയിട്ട് എല്ലാവരും കഴിക്കുക. കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ കാശൊന്നും കൊടുക്കണ്ട. ഇപ്പം ഇഷ്ടംപോലെ അവിടെ ഇവിടെ ഒക്കെ വളർന്നിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പോൾ സമയം കളയാതെ നല്ല ടേസ്റ്റിലായിട്ട് ഒരു നാടൻ രീതിയിലുള്ള ഒരു അച്ചാറാണ് നമ്മളിത് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് സാധാരണ രീതിയിലുള്ള ഒരു അച്ചാറല്ല ഞാൻ ചെയ്യുന്നത്, വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. മത്തി വീര വറ്റിക്കാനൊക്കെ അടിപൊളി ഒരു ഐറ്റമായി. ഇത് നമ്മൾ നെടുമ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കുമ്പോഴത്തേക്കും ഒരു കോട്ടൺ തുണി തുടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ എടുക്കാവുള്ളൂ. കാര്യം ഇതിൻ്റെ അകത്ത് വെള്ളമായി കാണരുത്. അല്ല തന്നെ ഇതിന് വെള്ളമുണ്ട്, ഇതിൻ്റെ പുറത്തെ വെള്ളമായി കാണല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്കിതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പഴയ വീട്ടിലോട്ട് പോയ വഴിക്ക് ഒരു മരത്തെ കിടക്കുന്നുണ്ട്, അവിടെ നിന്നെല്ലാം പറിച്ചെടുത്താണ്. അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഒരു കടായി അങ്ങോട്ട് വെക്കുകയാണ്. ചീനച്ചട്ടി ആണെങ്കിലും വെക്കാവുന്നതാണ്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിനൊക്കെ ആകുമ്പോഴത്തേക്ക് എള്ളെണ്ണ തന്നെയാണ് നല്ലത്. കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 കിലോ ബോട്ടിലാണ്. ഞാൻ ഒരു 1/4 കിലോ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിനകത്ത് ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ എള്ളെണ്ണ ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് കുറേശ്ശെ വീതമിട്ട് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കാര്യം ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ എണ്ണ കൂടുതലുണ്ടാക്കി അതനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 ട്രിപ്പായിട്ട് നമുക്കിത് ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കും. കാര്യം വെള്ളം വെള്ളമായി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പടപടാന്ന് പൊട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് കഴുകി എടുക്കുമ്പോഴത്തെ ഒരു കോട്ടൺ തുണിയുണ്ട്, ഇത് തുടച്ചതിന് ശേഷം മാത്രമേ ഇത് എണ്ണയ്ക്കകത്ത് ഇടാവുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഒരു സംശയം വരും, ഇതെന്തിനാണ് ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇടുന്നത്? ഇതിപ്പോൾ നമുക്ക് കുറേ നാൾ ഇരിക്കണമെങ്കിൽ ഇതേ രീതി ചെയ്ത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിപ്പം കണ്ടോ, നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ കളറും ഈ ഫ്രൈ ചെയ്ത് വരുന്നതിൻ്റെ കളറും കണ്ടോ, വ്യത്യാസം കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ, കാരണം ഇതിനകത്ത് ആ വെള്ളം ഒന്ന് മാറിയ ശേഷം ഇത് കോരി കിട്ടുന്നു. ഇതുപോലെ കിഴുത്ത പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കും. രണ്ടാമത്തെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് അടുത്തോടെ നമുക്ക് കോരാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ എണ്ണ കുറച്ച് ഞാൻ മാറ്റിയിട്ട് ഇതൊന്ന് കുറച്ച് എണ്ണ മാത്രം, നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം എടുത്താൽ മതി. ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി ആ അടുപ്പത്തോട്ട് തന്നെ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇതേപോലെ ഒരു 10-12 വെളുത്തുള്ളി ഉണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഉലുവയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ഇഞ്ചിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഇഞ്ചി ചേർക്കത്തില്ല കേട്ടോ. ഇഞ്ചി ഇടാതെ വെളുത്തുള്ളി മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കൊക്കെയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളകുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില, എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം.
ഉലുവാപ്പൊടി അതും ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് ആ പൊടികളുടെ ആ പച്ചച്ചവ ഒന്ന് മാറണം. എല്ലാം പൊടികളൊക്കെ ഒന്ന് മൂക്കുകയും ചെയ്യണം എണ്ണയ്ക്കകത്ത് കിടന്ന്. ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെ ആ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം ഇപ്പോൾ ഇരുമ്പും പുളി എന്തുമാത്രമേ ഉള്ളൂ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. ഞാൻ ഒരു 1/2 കപ്പ് വിനാഗിരിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പുളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. നമുക്കൊന്നും അറിയാമല്ലോ. ആ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരണം. ഇനി നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടെ ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പോരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്ന ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരല്പം ശർക്കര കൂടെ ചേർക്കുകയാണ്. ഇതേപോലെ 1 ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും. അതിൽ ഉപ്പും പുളി എരിവും അല്ലേ മധുരവും ആ ശർക്കരപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പും പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ ഇരുമ്പം പുളി അച്ചാർ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഞാൻ നല്ല ടേസ്റ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേ രീതിയിലൊക്കെ ചെയ്തു നോക്കാം. കാരണം ഇരുമ്പം പുളിയൊക്കെ നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ കിട്ടുമല്ലോ. വലിയ കാശ് മുടക്കൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രുചികരമായ ഒരു ഐറ്റമാണിത് കേട്ടോ. കാണുമ്പോഴാണല്ലോ ഇത് തീർച്ചയായിട്ടും കൊതി വരുമെന്നുള്ള ഉറപ്പ് കാര്യം. ഇനി ഇത് അടുപ്പത്തിരിക്കേണ്ട കാര്യമില്ല. അടുപ്പങ്ങ് നിർത്തി താത്തങ്ങോട്ട് വെക്കാം. ഏത് അച്ചാറിട്ടാലും ഉടനെ എടുക്കല്ലേ. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാറെടുക്കാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് കേട്ടോ. യാത്രയൊക്കെ പോകുന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ ഇരുമ്പും പുളി എന്ന് പറഞ്ഞ സാധനം. ഇതേ രീതിയിലൊക്കെ അച്ചാർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ ഒരല്പം അച്ചാർ തൊട്ട് കഴിക്കുന്ന ഒരു ശീലം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല രുചികരമായ ഒരു അച്ചാറാണ്. കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഈ സ്കൂളിലൊക്കെ പോകുന്നതും അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുന്നവർക്കൊക്കെ ഇച്ചിരി അച്ചാറൊക്കെ ചോറിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലേ. ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ നല്ലൊരു അച്ചാറാണ്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത് സെയിലിനുള്ളതല്ല കേട്ടോ. ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങളത് ചെയ്തോട്ടെ. കാര്യം ഇത് വീട്ടിലൊക്കെ കിട്ടുന്ന ഐറ്റമല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ ഈ സെയിലിനുള്ളതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ അച്ചാർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. നമ്മുടെ ചെമ്മീൻ അച്ചാറുണ്ട്, നിങ്ങൾക്ക് തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാര്യം ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനത് പറഞ്ഞത്. ചെമ്മീൻ കൂടാതെ ബീഫ്, മീൻ, പിന്നെ മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, മസാലപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നമുക്കത് നോക്കിയിട്ട് ആൻസർ തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം മറന്നുപോലെ ഈ അച്ചാറിടാൻ മറക്കല്ല കേട്ടോ. അടിപൊളി അച്ചാർ തന്നെയാണ്, ഞങ്ങളല്ല പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.